റിപ്പബ്ലിക് ദിന പരേഡിലേക്കും തുടർന്ന് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊപ്പം ഡിന്നറിനുമുള്ള ക്ഷണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ബിരുദ വിദ്യാർത്ഥിയായ നന്ദകിഷോർ. പട്ടാമ്പി SNGS കോളേജ് വിദ്യാർത്ഥിയായ നന്ദകിഷോർ കോളേജിലെ NSS യൂണിറ്റ് വളണ്ടിയർ സെക്രട്ടറിയും കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്ററുമാണ്. ഈ ഒരു 26-ാം തീയതി നടക്കുന്ന പരേഡിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. NSSൻ്റെ ഭാഗമായാണ് ഞാൻ ഡൽഹിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ NSS എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 45 ലക്ഷത്തോളം വോളണ്ടിയേഴ്സിൽ നിന്ന് 200ലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഈ NSSൻ്റെ പേരിൽ NYF, NIC, അതായത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ, നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ള സെലക്ഷൻ ലഭിക്കുന്നുള്ള രീതിയിൽ പോയ ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഈ പ്രീ RD കിട്ടുന്നവർ ഈ RD എന്താണെന്ന്, ഈ NSSന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു കാര്യമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്കൊരു രക്ഷിതാവിനും അതേമാതിരി അവൻ്റെ ഒരു മാഷുക്കും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാഷോട് പോകാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് നിൽക്കുക. ഞെട്ടല സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നത് ഈ ഇത്രയും ആളുകളുള്ള ക്യാമ്പിൽ നിന്ന് ഇവനെ മാത്രം തിരഞ്ഞെടുക്കും എന്നുള്ളത് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും ആദ്യം ഒരു വലിയൊരു ഇതുണ്ടായിരുന്നില്ല, കിട്ടും എന്നുള്ളതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഷൂല് അവനെ ആദ്യം ഒരു 4-5 വയസ്സിൽ കൊണ്ട് ചേർത്തിയിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ശ്രീജു ഇതിൻ്റെ അവിടുത്താണ് ചേർത്തിരുന്നത്. അവനെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെയാണ് സുമേഷ് മാഷിൻ്റെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അത് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ സുമേഷ് മാഷിൻ്റെ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത്. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, 12 പേരെയാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരാളാണ് നന്ദകിഷോർ. എന്തായാലും ഞാനൊരു പട്ടാമ്പിക്കാരിയാണ്. എൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു കോളേജിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലൊരു അവസരം ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. നന്ദകിഷോർ എന്തായാലും വളരെ എക്സൈറ്റഡ് ആണല്ലേ? തീർച്ചയായും ഹിമ, അതായത് വെറും 12 പേരാണ്. ആദ്യം ആ 12 പേർക്കും അഭിനന്ദനം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്, അവരെ അഭിനന്ദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ പ്രതിനിധികളായി പോകുന്ന 12 പേര്, അതിൽ കേരള സർവകലാശാലയിൽ നിന്ന് 4 പേരാണ്. ഈ നന്ദകിഷോറിനെ കൂടാതെ 3 പെൺകുട്ടികൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുക, അത് നേരിട്ട് തന്നെ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ കാര്യമായിരിക്കില്ല. നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു നല്ല ഓർമ്മയായി സൂക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ആ റിപ്പബ്ലിക് പരേഡിൻ്റെ ഭാഗമാകുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രപതിയോടും പ്രധാനമന്ത്രിക്കും ഒപ്പം ഉള്ള ഒരു ഡിന്നർ കൂടിയുണ്ട്. അതും കഴിഞ്ഞാകും എന്തായാലും ഡൽഹിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ജീവിതത്തിലേക്ക് എന്നും വരും തലമുറയ്ക്ക് കൂടി അവർക്കൊക്കെ പറയാനുള്ളൊരു സന്തോഷ മുഹൂർത്തമായി തന്നെ, രാജ്യത്തിൻ്റെ സന്തോഷത്തിനൊപ്പം നാടിൻ്റെ അഭിമാനമായി തന്നെ നിലകൊള്ളാൻ പറ്റുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഇനിയും ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ അവസരത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. നന്ദകിഷോർ അതിലൊരു മോഡലായി മാറട്ടെ. എല്ലാവരും ഇത്തരം ഊർജിതമായി തന്നെ ഇത്തരം ആക്ടിവിറ്റികളൊക്കെ പങ്കെടുത്ത് ഇതുപോലെയുള്ള NCC പോലെയുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിനൊപ്പം കുട്ടികളും ഭാഗമാകട്ടെ എന്നുള്ളത് തന്നെയാണല്ലോ ഹിമ. ശരി, തീർച്ചയായും.